എന്തോന്നറിയാം, നമ്മുടെ ബിനു അടിമാലി എവിടെ ചെന്നാലും വിഷയമാണല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാം ജിനീഷ് ബിനു അടിമാലി വിഷയം ഇങ്ങനെ എന്താണ് ഭയങ്കര കത്തിപ്പടർന്നുകൊണ്ടിരുന്ന സമയമാണ്. ഇപ്പോൾ എന്തായാലും എല്ലാവർക്കും അതിനുള്ള ക്ലാരിഫിക്കേഷനും മറ്റു കാര്യങ്ങളെല്ലാം കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. കാര്യം നമ്മളതിനെക്കുറിച്ചുള്ള രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വിഷയം ജിനീഷായിട്ടുള്ളതല്ല, നൂർജഹാൻ എന്ന് പറയുന്നത് നമ്മുടെ കൗമുദി ടി വിയിലേക്ക് ഇന്റർവ്യൂ എടുക്കാൻ വന്നത്, അതായത് ബിനു അടിമാലയുടെയും നമ്മുടെ ധർമ്മജന്റെയും ഒരു പുതിയ സിനിമ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്ന നൂർജഹാൻ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ അടുത്ത് എന്താണ് ബോഡി ഷേവിങ് രീതി വലിയ രീതിയിൽ അപമാനിച്ചെന്നുള്ളൊരു ഇഷ്യൂസാണ് ഇപ്പോൾ ഇങ്ങനെ കുത്തിപ്പൊങ്ങി വന്നുകൊണ്ടിരിക്കുക. കാര്യം എനിക്കൊന്ന് റീൽസിനകത്തും അതേകൊണ്ട് പല പല പ്ലാറ്റ്ഫോമുകളിൽ ഈ ബിനു അടിമാലിയെ കുറിച്ചുള്ള ഇങ്ങനെ പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബിനു അടിമാലിക്ക് എന്ന് പറഞ്ഞാൽ ബോഡി ഷേമിങ് മെസ്സേജ് ഇല്ലാത്ത ഒരു സ്കിറ്റും കാര്യങ്ങളൊന്നും എങ്ങും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. നമ്മളെന്തായാലും ഈ നൂർജഹാൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ തൊട്ട് മുമ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ നമ്മളുടെ വിഷയവും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സംഭവം പോയി കണ്ടോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നൂർജഹാനും അതേപോലെ തന്നെ ഇവരും തമ്മിലുള്ള വിഷയം എന്താണെന്ന്. ഇപ്പോൾ എന്തായാലും നമ്മുടെ ഈ നൂർജഹാൻ എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ ഇറ്റ്സ് മീ കൈസിന് ഒരു വോയിസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വോയിസ് എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു വോയിസ് ആണ് കേട്ടോ, വോയിസ് ക്ലിപ്പാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ കേട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എന്തായാലും അതിനകത്ത് മനസ്സിലാവും. എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാതെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചുരുക്കി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും എൻ്റെ അടുത്ത് ആളുകൾ മേ ബി ചിന്തിക്കും എന്തായിരിക്കും ആ സമയത്ത് ചിരിച്ചുകൊണ്ടിരുന്നതെന്ന്. നിങ്ങൾക്ക് ആ വീഡിയോ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ആ ആൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്നെ പറഞ്ഞത് ഇതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സുമേഷ് തമ്പിയെ പോലെ ഇരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സുമേഷ് തമ്പി ആരാണെന്ന് കൂടി അറിയില്ലായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എനിക്ക് എന്നെപ്പോലെ ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് അങ്ങനെ എന്നെപ്പോലത്തെ വേറെ ആളെ കാണാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ കരുതി എൻ്റെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ എൻ്റെ പോലെ എന്തെങ്കിലും എൻ്റെ സിമിലറായിട്ട് എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ഞാൻ അത്രയും സന്തോഷത്തോടാണ് ചോദിച്ചത്. അവളെന്താ അങ്ങനെ വീഡിയോ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോഴാണ് ധർമ്മജ ബോൾഗട്ടി പറഞ്ഞത് നൂർജഹാൻ്റെ ജോഡിയാക്കാൻ അടിപൊളിയാണ്. അപ്പോഴും ഞാൻ കരുതിയത് ലൈക്ക് ഓക്കെ എന്തോ ഒരു സാമ്യം ഉണ്ടല്ലോ. അത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ പാട്ടായിട്ട് ചിരിച്ച് തമാശയായിട്ട് ഞാൻ എടുത്തത്. ഇവർ ബോഡി ഷെയിം ചെയ്തെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അടുത്തതായിട്ട് ഇവർ പുള്ളി എക്സാമ്പിളായിട്ട് നൂർജഹാനെ പോലെ വണ്ണം ഉള്ളതാണ്. അപ്പോൾ എൻ്റെ ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ ക്ലിയറാണ് വണ്ണം ഉള്ളതല്ലേ. ലൈക്ക് എൻ്റെ സൗണ്ട് മാറി. പിന്നെ പുള്ളി ആനയുടെ എക്സാമ്പിളും പഞ്ചവർണ്ണതത്തിൽ ആനയ്ക്ക് വെടികൊണ്ട് ലൈക്ക് എനിക്കെപ്പോഴും സ്റ്റിൽ ഇൻ്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് സുമേഷ് തമ്പി ആരാണെന്ന് അറിയില്ല. ഇൻ്റർവ്യൂ ഒറ്റ സ്ട്രെച്ചിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് റെഫർ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് മനസ്സിലായി വണ്ണം വെച്ചിട്ട് കളിയാക്കുന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ മനസ്സിലായില്ല ലൈക്ക് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈ ധർമ്മജൻ ഫുൾ ഇൻ്റർവ്യൂവിൽ കാണാം. ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നുണ്ട് എന്താ അളിയൻ്റെ ഇതേ ബോഡി ഷേമിംഗ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ ആ ഒരു ഇത് പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ ഞാൻ പറഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരും എന്ന് ഞാൻ അവർക്ക് അങ്ങനെ പറയുകയും ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്തു. കാരണം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഷോ ആണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജോലിയുടെ പാർട്ടായതുകൊണ്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എനിക്ക് ഞാൻ പിന്നീട് ഈ സുമേഷ് തമ്പി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി. ഞാൻ അപ്പോൾ ആലോചിക്കുകയും ചെയ്തത് ഞങ്ങൾ തമ്മിൽ എന്താ സാമ്യം. അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഭംഗിയുള്ള ഒരാൾ, ഞാൻ എൻ്റേതായ ഭംഗിയുള്ള ഒരാൾ. പക്ഷേ ഞാനും പുള്ളിയും തമ്മിൽ ലൈക്ക് ഒരു സാമ്യത ആർക്കും ചൂണ്ടിക്കാട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഇതുമില്ല. വെറും വണ്ണം ഉണ്ടെന്നുള്ളൊരു പേരിൽ അവിടെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം, അത് ആളെയും എന്നെ ഒരേപോലെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞതാണ്. പിന്നെ ഇവർ പറയുന്നത് എനിക്ക് പിന്നെയും എന്നെ ട്രിഗർ ചെയ്തത് ലൈക്ക് പറ്റിയ ജോഡിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ അങ്ങനെ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ലൈക്ക് സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണെന്നൊന്നും പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് കാണുമല്ലോ. അങ്ങനെ ഒരു വണ്ണത്തിൻ്റെ ഫാക്ടറിൽ അങ്ങനെയൊന്നും പറഞ്ഞ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ നന്നായിട്ടപ്പോൾ ട്രിഗറായിരുന്നു. പിന്നെ എൻ്റെ ജോലിയുടെ പാർട്ടായതുകൊണ്ട് മാത്രം എൻ്റെ ഇൻ്റർവ്യൂ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതെൻ്റെ വർക്കിൻ്റെ പാർട്ടായതുകൊണ്ട് മാത്രം ഞാൻ അപ്പോൾ റിയാക്ട് ചെയ്യാണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴെന്താ റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ലൈക്ക് FFCയിലും അതുപോലെ വേറെ 1-2 പേജസിലൊക്കെ ഇതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഈവൻ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലി ആയാലും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാഞ്ഞത്, മിണ്ടാണ്ട് അത് കേട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ഇങ്ങനെയുള്ളവർ അത് അവർക്ക് വീണ്ടും പ്രചോദനം ആവത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ കരുതി റിയാക്ട് ചെയ്യാം. ലൈക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയാം. പിന്നെ ചെറുപ്പം മുതലേ വണ്ണമുള്ളൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ ആളുകൾ തമാശയുടെ പുറത്തുമൊക്കെ നമ്മളുടെ വണ്ണം കാണിച്ചൊരു തമാശ കോമഡിയാക്കാൻ ശ്രമിക്കുമ്പം അത് ആ ഒരു ട്രോമ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചത് അതൊക്കെ ഞാൻ ഓവർകം ചെയ്തു, എനിക്കിനി റിയാക്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ പെട്ടെന്ന് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഇതായിപ്പോയി. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. ഇൻ്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനത് ഒട്ടും എൻജോയ് ചെയ്യുന്നില്ലായിരുന്നു. ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു പോർഷൻ എൻ്റെ ഫേസിൽ ആ ഒരു അവരോടുള്ളൊരു എന്താ എന്നെ ട്രിഗേർഡ് ആയത് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും. ആദ്യം അത്രയും ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്ന ആളാണ്. പക്ഷെ പിന്നീട് അത് മാറുന്നത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ബാക്കി ഫുൾ ഒരു ആക്ടിങ്ങിൻ്റെ പുറത്ത് ഞാൻ ചിരിച്ച് സന്തോഷമായിട്ട് ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ.
നോർമൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ഗസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻ്റർവ്യൂ കഴിയുമ്പം ഇടുന്നതാണ്. ഞാൻ ഈ പറയുന്ന ധർമ്മജൻ ബോൾഗഡിയുടെ കൂടെയോ അല്ലെങ്കിൽ ബിനോടിമാലിയുടെ കൂടെയോ ഒരു ഫോട്ടോ പോലും പിന്നീട് എടുത്തിട്ടില്ല. ഇൻ്റർവ്യൂ കഴിഞ്ഞു അത്രേ ഉള്ളൂ. ലൈക്ക് നമ്മളുടെ മൈൻഡിൽ, എൻ്റെ മനസ്സിലതിന് എത്ര നാളായാലും അങ്ങനെ കിടക്കുകയും ചെയ്യും. പിന്നെ ഒരു ഫ്രെയിമിൽ വന്നിരിക്കുന്ന ഒരു ആങ്കറിനെ ലൈക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ആങ്കർ എന്നല്ല ആരായിക്കോട്ടെ, ഒരു ഫ്രെയിമിലിരിക്കുന്ന സമയത്ത് അവർ ഇൻസെക്യൂർ ആക്കാൻ വേണ്ടി ഇതേപോലെ എന്തെങ്കിലും ചെറിയ കാര്യം മതി. ലൈക്ക് ഞാനപ്പം അതുവരെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഇപ്പോൾ ലൈക്ക് അയ്യോ ഇത് ഇങ്ങനെയാണോ, ലൈക്ക് എന്നെ ആനയെ പോലെ തോന്നുമെന്നൊക്കെ നമുക്ക് ഒബ്വിയസ്ലി തോന്നും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കഴിഞ്ഞത് കഴിഞ്ഞു.